അധികാരത്തിന്റെ അഹന്ത നിറഞ്ഞ ഭീകരതയും നിസ്സഹായതയുടെ നോവും ആവിഷ്കരിച്ച് ജീവന്റെ മാലാഖ എന്ന നാടകം ഞായറാഴ്ച രാത്രി ദുബായ് മംസാറിലെ ഫോക്ലോർ സൊസൈറ്റി തിയേറ്ററിലാണ് നാടകം പ്രദർശിപ്പിച്ചത്. അരങ്ങിൽ നാടകമായിരുന്നില്ല, ജീവിതം തന്നെയായിരുന്നു. അത് പലതിനെയും ചോദ്യം ചെയ്തു, അധികാരത്തെയും ഹുങ്കിനെയും എല്ലാം. എവിടെ എൻ്റെ അച്ഛൻ എന്ന കുഞ്ഞ് കരഞ്ഞു ചോദിച്ചത് തറച്ചത് ഓരോരുത്തരുടെയും ചങ്കിലാണ്. അധികാരം അതിൻ്റെ രൗദ്രഭാവങ്ങളെടുത്ത് ഉറഞ്ഞു തുള്ളി. ഒടുവിൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിറഞ്ഞ കയ്യടികളോടെ വരവേറ്റു സദസ്സ്. വേദി വിട്ടിറങ്ങുമ്പോൾ അവർക്കുള്ളിൽ അതിൻ്റെ അലകളുണ്ടായിരുന്നു. ഗംഭീരായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂതങ്ങളില്ലേ, അതിനെക്കാട്ട് ഒന്നിനൊന്നും മികച്ച് സൂപ്പർ, ഫാന്റാസ്റ്റിക്, അടിപൊളി, ഇത് കാണാൻ വേണ്ടി തന്നെ വന്നതല്ലേ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം അരങ്ങിലുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇത് കാണാൻ ദുബായിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ആരൊക്കെയുണ്ടോ അതിൻ്റെ പിന്നിൽ ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു. അരങ്ങിന് പിന്നിലെ അർപ്പണവും നോവും ഇങ്ങനെ ആവിഷ്കരിക്കപ്പെട്ടു. ഇത് നമ്മൾ ഈ റീൽസ് കാണുന്ന ആൾക്കാരാണ്. 1 മിനിറ്റിൻ്റെ 2 മിനിറ്റ് റീൽസ് കാണുന്ന ആൾക്കാരാണ്. അവർ 1.5 മണിക്കൂർ ഇൻ്റർവെൽ ഇല്ലാതെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല. അപ്പോൾ അത് കട്ടക്ക് ഇവരെ ഓരോ സീനുകളും പോയിട്ടില്ലെങ്കിൽ അവരപ്പം ഇറങ്ങിപ്പോവും, അവരപ്പം നെഗറ്റീവ് കാര്യങ്ങളും പറയും. എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. നമ്മളൊരു എല്ലാവരും കൂടിയിട്ടൊരു കൂട്ടായ്മയിൽ വെച്ചിട്ടൊരു നല്ല നാടകം ഉണ്ടാക്കുക. അത് തികച്ചും വൈകാരികമായിരിക്കണം, എല്ലാവർക്കും ഹോണ്ടിങ് ആയിരിക്കണം. ആളുകളത് കണ്ടു കഴിഞ്ഞാൽ അവർക്കിടെ മനസ്സിൽ തങ്ങി നിൽക്കണം. പിന്നെ അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കണം. അങ്ങനെ ചുമ്മാ ഒരു കളിയാവരുത്, നല്ലൊരു കളിയാവണം എന്നുള്ള രീതിയിൽ മാത്രം ഉണ്ടാക്കിയൊരു നാടകമാണ്. അബുദാബിയിൽ നടന്ന 13ാമത് ഭരത് മുരളി നാടകോത്സവത്തിൽ 6 പുരസ്കാരങ്ങൾ നേടിയ നാടകമാണ് ജീവന്റെ മാലാഖ. യാസിർ അറഫാത്തിനൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1, ദുബായ്.